എടാ സല്ല നീ ഓർഡറേ ഞാനാ എടാ ഞാൻ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് താഴെ പണയിൽ 2 എണ്ണം അടിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഞാൻ താണ്ടേ ഇവന്മാര് മേശരിമാരും 4 കയ്യാളും കൂടെ ഉണ്ടായിരുന്നു. ഓരോ മേശരിക്ക് ഇപ്പം മേശരിമാര് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഓരോ മേശരിക്ക് 2 കയ്യാളെന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും പറഞ്ഞു ചൂടെന്ന്. ഡബിൾ ശമ്പളം കയ്യാളിന്. നീ ആലോചിച്ചു, പണ്ട് മേശരിമാര് വരും, ഒരു മേശരിക്ക് 1 കയ്യാള്. എന്തോന്ന് തെളിച്ച് പറയടേ. സൂര്യ ഉച്ചം തലയിൽ ഇരിക്കണോണ്ട് ഓരോ മേശരിക്ക് 2 കയ്യാളെന്ന്. നമ്മളാ പാടെ വല്ലതും കിട്ടുമെന്ന് പറഞ്ഞാൽ വീടിന്റെ പണി ചെയ്തത്. മേശരിക്ക് 2 കയ്യാളാണ്. ഓ പണി അവന്മാര് ചെയ്യാനടേ. രാവിലെ വരും, ഈ പറഞ്ഞ അത്രയും എണ്ണങ്ങൾ വരും. അവന്റെ പഞ്ചായത്തിൽ വേറെ ആൾക്കാരില്ലെന്നോ, ഉള്ള എല്ലാവരും വിളിച്ചോണ്ട് വരും. ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് ഒരു 4-5 അട്ടി ചാന്ത് കുഴച്ച് വയ്ക്കും. കുഴച്ച് വെച്ചിട്ട് ഒരു 2 അട്ടി ചാന്ത് ഒരു 11:30 മണിയാകുമ്പോൾ അവന്മാര് ആ ബാക്കിൽ എവിടെയെങ്കിലും എറിയും. 2 അട്ടി വച്ചയ്ക്കും. അതെന്തിനെന്നറിയാം, ഉച്ചയ്ക്ക് കലക്കി എറിയാനാണ്. എടാ ഏമാർ ഇങ്ങനെ പണി ചെയ്താൽ നിന്റെ കട്ടപ്പട പറഞ്ഞൂലേ. അത് ഞാൻ ഒരു കാര്യം ചോദിച്ചാ നല്ലേ ഇതിന് ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുകയല്ലേ? പിന്നെ ശമ്പളം കൊടുക്കാതെ ശമ്പളം എല്ലാം കൃത്യമാണ്. ഇപ്പൊ ഗൂഗിൾ പേയില് 5000 10,000 ഒക്കെയാണ് അയച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഉമാരെ പരിപാടി എന്താണെന്നറിയാം, ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ 2 അട്ടി ചാന്തും കൂടെ ഉമാർ അവിടെ എന്തെങ്കിലും തോട്ടിപ്പറക്കിയൊക്കെ വാരി കിട്ടും. ഇതെല്ലാം പോയിട്ട് അവന്മാർക്ക് 5 മണിയാകുമ്പോൾ ചാന്ത് മിച്ചോടെ. എന്നിട്ട് ഞാൻ വന്ന് സൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ നീ ഇപ്പൊ ഒന്നാ കാണിച്ചു തരാം. അകത്ത് ഒരു 4 അട്ടി ചാന്തും ഈ രാവിലെ കുറച്ചാൽ തന്നെ വാരി പറക്കി വരണമെങ്കിൽ അല്ലാതെ പറക്കുകയാണ്. 4 അട്ടി ചാന്ത് റൂമിനകത്ത് വേണം. ചാന്ത് റൂമിനകത്ത് വാരി വിടുന്നു. അതാണ് രസം. അവന്റെ ചോദിച്ചപ്പോ ചാന്തവന്മാര് ഒരു 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 തരി ചാന്തവന്മാര് വേസ്റ്റ് ആക്കില്ല. അതിനവന്മാര് സമ്മതിച്ചു. ഇവര് വൈകിട്ടാകുമ്പോ ഈ ചാന്തെല്ലാം കൂടെ വാരി ഒരു ഹാളിനകത്ത് ഒരു മാതിരി എന്താ ഒരു അത്തപ്പൂക്കളിടും പോലെ ഇടും. ഓണത്തിന് നമ്മൾ അത്തപ്പൂക്കളിടും, അത് അവരിട്ട് വയ്ക്കും. എന്നിട്ട് കുറെ വെള്ളം കൂടെ ഒഴിക്കും. വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ച് വച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരുമ്പോഴും സെറ്റാവാതെ കിടക്കും. അപ്പൊ നമ്മളെ ഉപകാരമുള്ളവന്മാരാണ് നമ്മളെ ജോലിക്കാരന്മാർ. അപ്പൊ രാവിലെ തന്നെ നമുക്കിത് വേസ്റ്റ് ആവാതെ എടുത്ത് ചെവരിലെല്ലാം അടിക്കാം. മനസ്സിലായില്ലേ? സിമന്റിനൊക്കെ വില എന്നറിയാം. പക്ഷെ ഇവന്മാര് വേറൊരു ഉപകാരം ഒന്ന് പറഞ്ഞെങ്കിൽ ഇവന്മാര് ചെയ്യണ പരിപാടി എന്താണെന്നറിയാം. പിന്നെ ഇവന്മാര് 3-ന്റെ തന്നെ വരുള്ളൂ. നമ്മൾ കുളത്തിൽ എന്തെങ്കിലും മറ്റേ മരിച്ചു കഴിഞ്ഞാൽ ബോഡി പൊങ്ങും പോലെ 3-ന്റെ 4-ന്റെ ഇവന്മാര് പൊങ്ങുള്ളൂ. പിന്നെ രാവിലെ വന്ന് 2 മണിക്കൂർ ഒരു ചുറ്റിയിൽ ഉളി എടുത്തോണ്ട് 2 കൈയാണ് ഇതിനടിച്ചളക്കും. ഞാൻ ആലോചിച്ച് നോക്കട്ടെ, ഇങ്ങനെയൊക്കെ പണി ചെയ്താൽ ഞാൻ രക്ഷപ്പെടും. 4-ന്റെ വരുള്ളൂ. എന്തൊരു പറയാനടേ. നീ ഒരു കാര്യം ചെയ്, 2 എണ്ണം പണയിൽ ഒഴിച്ചു പോയി. ഞാൻ എന്താ പറഞ്ഞു, അതേ ഒരു സമാധാനമുള്ളൂ. അല്ല എന്തൊരു